24 റൗണ്ട് ഓഫ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ അമ്മാവൻ കിണറ്റിലെറിഞ്ഞു കൊന്നു. ഇന്ന് രാവിലെയാണ് ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ ദേവേന്ദുവിന്റെ മൃതദേഹം വീടിനോട് ചേർന്ന കിണറ്റിൽ നിന്ന് കണ്ടെടുത്തത്. കൊലപാതകത്തിൽ കുഞ്ഞിന്റെ അമ്മയുടെ പങ്ക് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ചു. അമ്മയെ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റി. പ്രതി ഹരികുമാറിനെ നാളെ കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ രാത്രി മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങാൻ കിടന്ന കുഞ്ഞിനെ കാണാനില്ലെന്ന് ഇന്ന് രാവിലെ കുടുംബം പോലീസിനെ അറിയിച്ചു. തുടർന്ന് നടത്തിയ തെരച്ചിലാണ് വീടിന് സമീപത്തെ കിണറ്റിൽ ദേവേന്ദുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുങ്ങി മരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുഞ്ഞിന്റെ കൈകളിലെ പാടുകൾ കിണറ്റിലെറിഞ്ഞപ്പോൾ ഉണ്ടായതെന്നാണ് നിഗമനം. വിശദമായ ചോദ്യം ചെയ്യലിൽ അമ്മാവൻ ഹരികുമാർ കുറ്റം സമ്മതിച്ചു. കുഞ്ഞിന്റെ മാതാവിന്റെ സഹായം ഹരികുമാറിന് ലഭിച്ചിരുന്നോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇരുവരും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. രാത്രി കുഞ്ഞ് ആർക്കൊപ്പം ഉറങ്ങിയെന്നതിൽ പരസ്പര വിരുദ്ധ മൊഴികളായിരുന്നു വീട്ടുകാർക്ക്. ദേവേന്ദു തനിക്കും മാതാപിതാക്കൾക്കുമൊപ്പം ഒരു മുറിയിലായിരുന്നുവെന്ന് സഹോദരി 24നോട്. അച്ഛൻ കട്ടിലിൽ കിടന്ന് ഞാനും അമ്മയും വാവയും കൂടെ തറയിൽ കിടന്ന് 2:30 ഉറങ്ങിയത്. അപ്പോഴും അവർ 5:05 ആയപ്പോൾ പറഞ്ഞ് എൻ്റെ വാവയെ കണ്ടില്ല എന്ന് പറഞ്ഞു. രാവിലെ 6 മണിയോടെയാണ് കുഞ്ഞിനെ അമ്മാവൻ ഹരികുമാർ കിണറ്റിലെറിഞ്ഞതെന്ന് പോലീസ് പറയുന്നു. അമ്മാവന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് തെളിവ് ലഭിക്കാത്തതിനാൽ തൽക്കാലം അമ്മയെ ബന്ധുക്കൾ വന്നാൽ വിട്ടയക്കും. ചോദ്യം ചെയ്യലിന് ശേഷം ദേവേന്ദുവിന്റെ പിതാവിനെയും മുത്തശ്ശിയെയും പോലീസ് വിട്ടയച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റ് അന്വേഷണങ്ങൾ തുടരുന്നു. ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും റോളുണ്ടെങ്കിൽ അത് അന്വേഷണത്തിൽ വെളിവാങ്ങുന്ന മുറയ്ക്ക് ബാക്കി നടപടികൾ സ്വീകരിക്കുന്നതാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ദേവേന്ദുവിന്റെ മൃതദേഹം മാതാവ് ശ്രീധുവിന്റെ കുടുംബ വീട്ടിലെത്തിച്ച് സംസ്കരിച്ചു. സംസ്കാര ചടങ്ങിൽ പിതാവും മുത്തശ്ശിയും പങ്കെടുത്തു. 24 തിരുവനന്തപുരം. എങ്കിലും 2.5 വയസ്സുകാരി ദേവേന്ദുവിന്റെ കൊലപാതകത്തിൽ ദുരൂഹതകൾ ബാക്കിയാണ്. കുടുംബാംഗങ്ങളുടെ മൊഴികളിലെ വൈരുദ്ധ്യമടക്കം പലതും ഇനിയും ചുരുളഴിയേണ്ടതുണ്ട്. പോലീസിന്റെ സമർത്ഥമായ നീക്കങ്ങളാണ് മണിക്കൂറുകൾക്കുള്ളിൽ മരണം കൊലപാതകമാണെന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തിച്ചത്. കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുത്തതിന് പിന്നാലെ പോലീസിന് സംശയം കുടുംബാംഗങ്ങൾക്ക് നേരെ. പോലീസിനുണ്ടായ സംശയത്തിന് പല കാരണങ്ങൾ. അമ്മാവൻ ഹരികുമാറിന്റെ മുറിയിൽ പുലർച്ചെയുണ്ടായ ചെറിയ തീപിടുത്തം, പരിസരത്തു നിന്ന് കണ്ടെത്തിയ കുരുക്കിട്ട കയറുകളും കസേരകളും, 30 ലക്ഷം രൂപ കളവ് പോയെന്ന് കഴിഞ്ഞ ദിവസം പോലീസിന് നൽകിയ പരാതി, കുഞ്ഞ് ആർക്കൊപ്പം കിടന്നെന്ന പരസ്പര വിരുദ്ധ മൊഴികൾ. ആദ്യഘട്ടത്തിൽ തന്നെ വീട്ടിലെ മുഴുവൻ പേരെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് പഴുതുകളടച്ചു. ഒരു കൂസലുമില്ലാതെ അമ്മാവൻ ഹരികുമാറും ദേവേന്ദുവിന്റെ മാതാവ് ശ്രീധുവും അവസാന നിമിഷം വരെ പിടിച്ചുനിന്നു. ഇരുവരും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റ് മുന്നിൽ നിരത്തിയപ്പോൾ കള്ളം പൊളിഞ്ഞു. കൊലപ്പെടുത്തിയ ശേഷം കിണറ്റിലിട്ടെന്നും കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്നുമുള്ള ഹരികുമാറിന്റെ മൊഴികൾ വീണ്ടും പോലീസിനെ കുഴപ്പിച്ചു. മുങ്ങി മരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലോടെ ജീവനോടെ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തി. ഇനി അറിയേണ്ടത് കൊലയ്ക്കു പിന്നിലെ കാരണമാണ്. അതെന്തായാലും പോലീസ് വെളിപ്പെടുത്തും. പക്ഷേ 2.5 വയസ്സുകാരിയോടുള്ള ഈ ക്രൂരത നെഞ്ചുലയ്ക്കുന്നതാണ്. ക്യാമറാമാൻ അനന്തൂബി നായർക്കൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. എറണാകുളം തൃപ്പൂണിത്തുറയിൽ 15-കാരൻ ഫ്ളാറ്റിൽ നിന്ന് ചാടി മരിച്ച സംഭവത്തിൽ മകൻ ക്രൂരമായ റാഗിങ്ങിനിരയായെന്ന് അമ്മയുടെ പരാതി. മകൻ പഠിച്ചിരുന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ സഹപാഠികൾ നിറത്തിന്റെ പേരിൽ പരിഹസിച്ചു. ക്ലോസറ്റിൽ മുഖം പൂഴ്ത്തിവെച്ച് ഫ്ലഷ് ചെയ്തുവെന്നും അമ്മയുടെ പരാതിയിൽ പരാമർശമുണ്ട്. ചോറ്റാനിക്കര ഗ്ലോബൽ പബ്ലിക് സ്കൂളിനെതിരെയാണ് കുടുംബം പരാതി നൽകിയത്. സ്കൂളിലെ വിദ്യാർത്ഥികൾ ക്രൂര പീഡനത്തിനിരയാക്കിയെന്ന പരാതിയിൽ പറയുന്നു. വാഷ്റൂമിലെത്തിച്ച ക്ലോസറ്റിൽ മുഖം പതിപ്പിച്ച് ഫ്ലഷ് ചെയ്തു. നിറത്തിന്റെ പേരിൽ പരിഹസിച്ചു. ജീവനൊടുക്കിയ ദിവസവും നേരിടേണ്ടി വന്നത് ക്രൂര പീഡനം. സ്കൂളിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നയിക്കുന്ന ഗ്യാങ്ങാണ് എല്ലാത്തിനും പിന്നിൽ. ചെറിയ തെറ്റുകൾക്ക് പോലും സ്കൂൾ അധികൃതർ മനുഷ്യത്വവിരുദ്ധ ശിക്ഷ നൽകിയെന്നും മാതാവ് പരാതിയിൽ പറയുന്നു. മരണത്തിന് ശേഷം സഹപാഠികൾ കൈമാറിയ വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം ചാറ്റുകളിൽ നിന്നാണ് മകൻ നേരിട്ട ക്രൂരത കുടുംബം മനസ്സിലാക്കിയത്. മകന്റെ നീതിക്കായി ഏതറ്റം വരെയും പോകുമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ 15-നായിരുന്നു അപകടം. തൃപ്പൂണിത്തുറ ചോയ്സ് ടവറിൽ താമസിക്കുന്ന സരിൻ രചന ദമ്പതികളുടെ മകൻ മിഹിർ ഫ്ളാറ്റിലെ 26-ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു. 24 കൊച്ചി. ഡോക്ടർ വന്ദനദാസ് കൊലക്കേസിന് പിന്നാലെ സർക്കാർ ആശുപത്രിയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കണമെന്ന കോടതി ഉത്തരവ് എങ്ങുമെത്തിയില്ല. ഇതുവരെ ഒരാളെപ്പോലും നിയമിച്ചിട്ടില്ല. സേനയിലെ ആൾക്ഷാമം കൊണ്ടാണ് നിയമനം നടത്താത്തത് എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ആശുപത്രികളിൽ CCTV സ്ഥാപിക്കണമെന്ന ഉത്തരവും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. മതിയായ പണമില്ല എന്നാണ് ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ വാദം.
മദ്യനിർമ്മാണശാല വിവാദത്തിലെ ആരോപണം മുഖ്യമന്ത്രിയിലേക്ക് തിരിച്ചുവിട്ട് പ്രതിപക്ഷം. ഇടപാടുറപ്പിക്കാൻ BRS നേതാവ് കെ കവിത കേരളത്തിലെത്തിയെന്നും അവർ എവിടെ താമസിച്ചുവെന്ന് അന്വേഷിക്കണമെന്നും ആരോപിച്ചാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടത്. LDF-നുള്ളിലെ ഭിന്നത പരിഹരിക്കാൻ അനുനയ നീക്കങ്ങൾ നടക്കുന്നതിനിടയിൽ RJDയും എതിർപ്പുമായെത്തി. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണ പ്ലാന്റിന് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് എക്സൈസ് മന്ത്രി ഇന്നലെ വിശദമായ മറുപടി നൽകിയിരുന്നു. മറുപടിക്ക് ശേഷവും ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്ന പ്രതിപക്ഷം പക്ഷേ ആക്രമണം മുഖ്യമന്ത്രിക്ക് നേരെ തിരിച്ചുവിടുകയാണ്. ഡൽഹി മദ്യനയ കേസിലെ പ്രതിയും BRS നേതാവുമായ കെ കവിതയുടെ ഇടപെടലുണ്ടെന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെക്കുന്നത്. തെലങ്കാനയുടെ മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിത MP അവരും പ്രതിയാണ്. അവർ കേരളത്തിൽ വന്നിട്ടുണ്ടല്ലോ. ഈ ഒയാസിസ് മദ്യ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് അവർ കേരളത്തിൽ വന്നതും കേരളത്തിലെ ആളുകളുമായിട്ടും സംസാരിച്ചത്, ഗവൺമെന്റുമായിട്ട് സംസാരിച്ചത്. സ്പിരിറ്റ് ലോബിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന എക്സൈസ് മന്ത്രിയുടെ ആരോപണം നിഷേധിച്ച മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മദ്യനിർമ്മാണ പ്ലാന്റിലെ അഴിമതി ആരോപണം ആവർത്തിക്കുകയാണ്. ഇതാരും അറിയാതെ ഇത്ര തിടുക്കത്തിൽ ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഡൽഹി മദ്യനയ കേസിൽപ്പെട്ട ഒരു കമ്പനിക്ക് മന്ത്രിസഭാ തീരുമാനം എടുത്തത് വഴി വൻ അഴിമതിയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. CPIക്ക് പിന്നാലെ മദ്യനിർമ്മാണ പ്ലാന്റിനെതിരെ രംഗത്ത് വന്ന ജനതാദൾ എസിനെ LDF നേതൃത്വം ഇന്നലെ അനുനയ നീക്കത്തിലൂടെ പിന്തിരിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ന് RJD കൂടി എതിർപ്പ് പ്രകടിപ്പിച്ചത് മുന്നണിക്ക് പുതിയ തലവേദനയായിരിക്കുകയാണ്. എക്സൈസ് പോളിസി LDFിൽ വെക്കാതെ നേരെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുപോവുകയും മന്ത്രിതലത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് ശരിയായ നടപടിയല്ല. പദ്ധതി എതിർക്കുന്ന CPI കൂടി അനുനയിപ്പിക്കാനാണ് CPIഎമ്മിന്റെ ശ്രമം. 24 തിരുവനന്തപുരം. അമേരിക്കയിൽ യാത്രാവിമാനവും സൈനിക ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ച ദുരന്തത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഫിഗർ സ്കേറ്റിംഗിൽ ലോക ചാമ്പ്യന്മാർ അടക്കമുള്ള കായിക താരങ്ങളും 30 പേരുടെ മൃതദേഹം കണ്ടെത്തി. അപകടത്തിൽ ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു. അമേരിക്കൻ ഫിഗർ സ്കേറ്റിംഗ് താരങ്ങളും പരിശീലകരും കുടുംബാംഗങ്ങളും വിമാനത്തിലുണ്ടായിരുന്നതായി US ഫിഗർ സ്കേറ്റിംഗ് അതോറിറ്റി വ്യക്തമാക്കി. 15 സ്കേറ്റിംഗ് താരങ്ങളാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ഇതിൽ 2 പേർ റഷ്യൻ താരങ്ങളാണ്. മുൻ ലോക ചാമ്പ്യന്മാരായ യെവ്ഗനിയ ഷിസ്കോവ, വാഡിം നൗമോവ് എന്നിവരും അപകടത്തിൽ കൊല്ലപ്പെട്ടു. ദമ്പതികളായ ഇവർ 1994 ലോക ചാമ്പ്യന്മാരായത്. കെൻസസിലെ നാഷണൽ ഡെവലപ്മെന്റ് ക്യാമ്പിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു താരങ്ങൾ. 300 രക്ഷാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ രക്ഷാദൌത്യം പുരോഗമിക്കുകയാണ്. അപകടത്തിൽ അന്വേഷണം നടത്തുമെന്ന് പെന്റഗൺ വ്യക്തമാക്കി. വിമാനത്തിൽ 60 യാത്രക്കാരും 4 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. സൈനിക ഹെലികോപ്റ്ററിൽ 3 സൈനികരും ഉണ്ടായിരുന്നു. റീഗൻ വിമാനത്താവളത്തിന്റെ 33ാം റൺവേയിലേക്ക് അടുക്കുകയായിരുന്നു വിമാനം. ഒഴിവാക്കാനാകുമായിരുന്ന ദുരന്തമായിരുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ശനിയാഴ്ച കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കും. 2 ഘട്ടങ്ങളായാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം. നാളെ രാവിലെ 11 മണിക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ലോക്സഭാ ചേംബറിൽ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതോടെ ബജറ്റ് സമ്മേളനത്തിന് ഔപചാരിക തുടക്കമാകും. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന് പിന്നാലെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇരുസഭകളുടെയും മേശപ്പുറത്തു വയ്ക്കും. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ച ലോക്സഭയിൽ ഫെബ്രുവരി 3-4 തീയതികളിൽ നടക്കും. രാജ്യസഭയിൽ 3 ദിവസമാണ് ചർച്ച. രാജ്യസഭയിൽ ഫെബ്രുവരി 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗം ഉണ്ടായേക്കും. സമ്മേളനത്തിന് മുന്നോടിയായി ഇരുസഭകളിലെയും കക്ഷി നേതാക്കളുടെ സംയുക്ത യോഗം പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്നു. സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് സർക്കാർ പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടി. നാളെ മുതൽ ഫെബ്രുവരി 13 വരെയാണ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം. ബജറ്റിലെ ധനാഭ്യർത്ഥനകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കിയ ശേഷം മാർച്ച് 10 സമ്മേളനം പുനരാരംഭിച്ച് ഏപ്രിൽ 4 പിരിയും. 27 ദിവസത്തെ സിറ്റിംഗാണ് ബജറ്റ് സമ്മേളനത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. 24 ഡൽഹി. വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കും. സംയുക്ത പാർലമെന്ററി സമിതി അംഗീകരിച്ച റിപ്പോർട്ട് ലോക്സഭാ സ്പീക്കർക്ക് കൈമാറി. റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ JPC അധ്യക്ഷൻ ജഗദാംബിക പാൽ തള്ളി. വഖഫ് സംയുക്ത പാർലമെന്ററി സമിതി അധ്യക്ഷൻ
ജഗദാംബിക പാൽ പാർലമെന്റിലെത്തിയാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. സ്പീക്കറുടെ അനുമതിയോടെ JPC അധ്യക്ഷൻ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ റിപ്പോർട്ട് അവതരിപ്പിക്കും. സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ ലിസ്റ്റ് ചെയ്ത ബില്ലുകളിൽ 7ാമത്തെ ഐറ്റമായാണ് വഖഫ് നിയമ ഭേദഗതി ബിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തങ്ങളുടെ നിർദ്ദേശങ്ങൾ തഴഞ്ഞെന്ന പ്രതിപക്ഷാരോപണം ജഗദാംബിക പാൽ തള്ളി. നടപടിക്രമങ്ങൾ പാലിച്ചാണ് റിപ്പോർട്ടിന് അംഗീകാരം നൽകിയതെന്നും വിശദീകരണം. 14 വ്യവസ്ഥകളിലെ ഭേദഗതികളോടെയാണ് വഖഫ് സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ടിന് അംഗീകാരം നൽകിയത്. വിവാദ വ്യവസ്ഥകളിൽ ബഹുഭൂരിഭാഗവും റിപ്പോർട്ടിൽ നിലനിർത്തിയതായാണ് വിവരം. 44 ഭേദഗതികൾ പ്രതിപക്ഷം നിർദ്ദേശിച്ചെങ്കിലും വോട്ടെടുപ്പിൽ ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്ന് തള്ളിയിരുന്നു. വിനീത VG, 24, ഡൽഹി. ഓർത്തഡോക്സ് യാക്കോബായ തർക്കക്കേസിൽ പള്ളികൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കി സുപ്രീം കോടതി. എല്ലാ വിഷയങ്ങളും പരിഗണിച്ച് ഹർജികളിൽ വാദം കേൾക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് നിർദ്ദേശം നൽകി. സുപ്രീം കോടതിയുടെ ഉത്തരവ് ആശ്വാസം നൽകുന്നതെന്ന് യാക്കോബായ സഭ പ്രതികരിച്ചു. സർക്കാർ എടുത്ത കണക്ക് കേസിൽ പ്രസക്തമല്ല എന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഓർത്തഡോക്സ് സഭ സ്വാഗതം ചെയ്തു. തർക്കത്തിലുള്ള 6 പള്ളികൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവാണ് സുപ്രീം കോടതി ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് റദ്ദാക്കിയത്. ഹർജികളിൽ വീണ്ടും വാദം കേൾക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് നിർദ്ദേശം നൽകി. മതപരമായ വിഷയങ്ങളിൽ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുള്ള നടപടികൾ പൊതുതാൽപര്യത്തിന് യോജിച്ചതാണോ എന്ന് ഹൈക്കോടതി പരിശോധിക്കണം. പള്ളികളിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറാനുള്ള സുപ്രീം കോടതി വിധി നടപ്പാക്കേണ്ടത് ആരെന്ന് ഹൈക്കോടതി നിർണ്ണയിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. കോടതിയലക്ഷ്യ കേസിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകിയ ഇടക്കാല സംരക്ഷണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തീരുമാനമെടുക്കും വരെ നീട്ടി. ഓരോ പള്ളികളുടെയും വാദം കേട്ട ശേഷം ഹൈക്കോടതി അന്തിമ തീരുമാനമെടുക്കണമെന്ന് യാക്കോബായ സഭ പ്രതികരിച്ചു. 2017 ജൂലൈ 3 കോടതി വിധിയുടെ മറവിൽ യാക്കോബായ സഭയുടെ എല്ലാ പള്ളികളും ഒറ്റയടിക്ക് പിടിച്ചെടുക്കാമെന്നുള്ള ആ സ്വപ്നത്തിന് ഒരു പരിധിവരെ തടയിട്ടു എന്നുള്ളതാണ് ഞങ്ങൾ ആ കോടതിയിൽ നടന്ന നടപടികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർക്കാർ എടുത്ത ഇരുവിഭാഗങ്ങളുടെയും അംഗസംഖ്യാ കണക്ക് കേസിൽ പ്രസക്തമല്ലെന്ന സുപ്രീം കോടതി നിരീക്ഷണം ഓർത്തഡോക്സ് സഭയും സ്വാഗതം ചെയ്തു. 24, ഡൽഹി. കുപ്രസിദ്ധ ഗുണ്ട തീക്കാറ്റ് സാജൻ പിടിയിൽ. ഹൈദരാബാദിൽ നിന്നാണ് സാജനെ പിടികൂടിയത്. ആവേശം മോഡൽ പാർട്ടി നടത്താനുള്ള സാജന്റെ നീക്കം നേരത്തെ പോലീസ് തടഞ്ഞിരുന്നു. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, എങ്ങനെയാണ് ഇയാൾ പിടിയിലാകുന്നത്? അത് പോലീസ് വിശദീകരിക്കുന്നത് എങ്ങനെ? വിവരങ്ങൾ എന്താണ് സൂരജ്? കുറച്ച് മാസങ്ങളായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു ഈ തീക്കാറ്റ് സാജൻ എന്ന ഗുണ്ട. തുടർന്ന് പോലീസ് ഇപ്പോൾ ഈ സൈബർ സെല്ലുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ ഈ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ പ്രതിയെക്കുറിച്ച് വിവരം ലഭിക്കുന്നതും ഹൈദരാബാദിൽ നിന്ന് പ്രതി പിടിയിലാകുന്നതും. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ തീക്കാറ്റ് സാജന്റെ പിറന്നാളാഘോഷത്തിന്റെ ഭാഗമായി ആവേശം മോഡൽ പാർട്ടി ഈ തേക്കിൻകാട് മൈതാനിയിൽ സംഘടിപ്പിക്കാൻ ശ്രമിച്ചത്. ഈ വിവരം അറിഞ്ഞ പോലീസ് അവിടെ എത്തുകയും ഈ പിറന്നാളാഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയവരെ അടക്കം കസ്റ്റഡിയിലെടുത്തു. പക്ഷെ അവരെല്ലാവരും പ്രായപൂർത്തിയാകാത്ത കുട്ടികളായിരുന്നു. അവരെ പോലീസ് വിട്ടയക്കുകയും ചെയ്തു. ഇതോടുകൂടി പാർട്ടി നടത്താൻ തീക്കാറ്റ് സാജന് ആയിരുന്നില്ല. പിന്നാലെ കമ്മീഷണർ ഓഫീസ് ബോംബ് വെച്ച് തകർക്കുമെന്ന് ഫോണിലൂടെ വിളിച്ച് സാജൻ ഭീഷണിപ്പെടുത്തി. അതോടൊപ്പം തന്നെ സമീപത്തെ പോലീസ് സ്റ്റേഷനുകളിലേക്കും വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനുശേഷം തീക്കാറ്റ് സാജൻ ഒളിവിൽ പോയി. അന്നു മുതൽ പോലീസ് അന്വേഷണം നടത്തി വരുന്നതായിരുന്നു. അതിനിടയിലാണ് സൈബർ സെല്ലിന് നിർണായക വിവരം ലഭിക്കുന്നതും പ്രതി ഇപ്പോൾ ഹൈദരാബാദിൽ നിന്ന് പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുള്ളതും. പ്രതിയെ തൃശൂരിലേക്ക് എത്തിക്കാനുള്ള നടപടി ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ്. സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന നടിയുടെ പരാതിയിൽ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തു. എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തത്. BNS 79, IT Act 67 എന്നിവ പ്രകാരമാണ് കേസ്. പരാതി വ്യാജമാണെന്ന് രാഹുൽ ഈശ്വർ പ്രതികരിച്ചു. നടിയുടെ ആദ്യ പരാതിയിൽ രാഹുൽ ഈശ്വറിനെതിരെ കേസ് എടുത്തിരുന്നില്ല. WCCക്കും സാന്ദ്ര തോമസിനുമെതിരെ രൂക്ഷ വിമർശനവുമായി ഫെഫ്കയിലെ ചെറിയ പ്രശ്നങ്ങൾ പർവ്വതീകരിച്ച് സംഘടനയെ തകർക്കാൻ WCC ഗൂഢാലോചന നടത്തുന്നതായി സിബി മലയിൽ പറഞ്ഞു. ബി ഉണ്ണികൃഷ്ണനെതിരായ പരാതികളിൽ കഴമ്പില്ല എന്നും നിരുപാധികം പിന്തുണ നൽകുന്നുവെന്നും ഫെഫ്ക അറിയിച്ചു. നിർമ്മാതാവ് സാന്ദ്ര തോമസ് ഉൾപ്പെടെയുള്ളവർ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെതിരെ ഉയർത്തിയ പരാതികളിലാണ് ഫെഫ്കയുടെ വിശദീകരണം. ബി ഉണ്ണികൃഷ്ണൻ തെറ്റ് ചെയ്തിട്ടില്ല. നിലവിലെ സംഭവങ്ങളിൽ സംഘടന വിശദീകരണം തേടിയിരുന്നു. ലഭിച്ചത് തൃപ്തികരമായ മറുപടി. ബി ഉണ്ണികൃഷ്ണ നിരുപാധിക പിന്തുണയെന്നും ഫെഫ്ക പ്രസിഡന്റ് സിബി മലയിൽ. ഒരു നീക്കം നടക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അത് ഉണ്ണികൃഷ്ണനെ മാത്രമല്ല, ഉണ്ണികൃഷ്ണനോട് ഫെഫ്ക എന്ന സംഘടനയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പുറകിൽ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. ഉണ്ണികൃഷ്ണനെതിരെ ഉണ്ടായ കേസും കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ നേരിടട്ടെ. FIRും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ പൊതുമധ്യത്തിൽ അപമാനിച്ചെന്നായിരുന്നു സാന്ദ്ര തോമസിന്റെ പരാതി. ബി ഉണ്ണികൃഷ്ണനെ ഒന്നാം പ്രതിയാക്കി എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്.
സംഘടനയെ തകർക്കാൻ WCC ഗൂഢാലോചന നടത്തുന്നതായും ഫെഫ്കെ ആരോപിച്ചു. ഇത് ഫെഫ്കെനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഈ ഉണ്ണികൃഷ്ണനെ ടാർഗറ്റ് ചെയ്യുക, അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പുറത്താക്കുക, ഈ സംഘടനയെ പൊളിക്കുക, ഇത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. ഇതിന്റെ പുറത്തുള്ള ലക്ഷ്യം അത് തന്നെയാണ്, അതിനൊരു മാറ്റമില്ല. ഫെഫ്ക ഓഫീസിന് മുന്നിൽ 3 വനിതകൾ നടത്തിയ നിരാഹാര സമരം ചർച്ചയിലൂടെ ഒത്തുതീർപ്പാക്കി. 24 കൊച്ചി. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമര കടുത്ത സംശയരോഗത്തിനടിമ. അയൽക്കാർ തനിക്കെതിരെ കൂടോത്രം നടത്തിയെന്ന സംശയമാണ് 3 കൊലപാതകങ്ങൾക്ക് കാരണമായതെന്ന് പ്രതിയുടെ കുറ്റസമ്മതമൊഴിയിൽ വ്യക്തമാക്കുന്നു. കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വേണമെന്നും കേസ് നീട്ടിക്കൊണ്ടുപോകരുതെന്നും കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ 24-നോട് പറഞ്ഞു. ചെന്താമരയെ വിയ്യൂർ ജയിലിലേക്ക് മാറ്റി. പ്രത്യേക മനോനിലയുള്ള ചെന്താമര സംശയരോഗത്തിനടിമയായിരുന്നുവെന്നാണ് കുറ്റസമ്മതമൊഴിയിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. ഭാര്യയും മകളും സുന്ദരി എന്നത് സംശയരോഗത്തിലെത്തിച്ചു. അവർ താനുമായി അകലാൻ കാരണം സജിതയുടെ കുടുംബം തനിക്കെതിരെ കൂടോത്രം ചെയ്തുകൊണ്ടാണെന്ന് സംശയിച്ചു. പിന്നീട് സജിത കളിയാക്കിയതിന്റെ പ്രതികാരമായി കൊലപ്പെടുത്തുകയായിരുന്നു. താൻ ആക്രമിക്കപ്പെടുമോ എന്നൊരു പേടി ചെന്താമരയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ ആക്രമിക്കാൻ സാധ്യതയുള്ള ആളുകളെ മനസ്സിൽ നിശ്ചയിച്ചു. അവരെ കൊല്ലുക എന്ന ചിന്തയിലേക്കെത്തി. അതിന് തക്കം പാർത്തിരുന്നു. സുധാകരനെ ആക്രമിക്കുമ്പോൾ അമ്മ ലക്ഷ്മി ചീത്ത വിളിച്ചതുകൊണ്ടാണ് അവരെയും കൊലപ്പെടുത്തിയതെന്നും മൊഴിയിലുണ്ട്. ഇയാൾ കാട്ടിൽ നിന്നിറങ്ങിയത് വിശപ്പ് സഹിക്കാതെയാണെങ്കിലും പിടിയിലാകുമെന്ന് ബോധ്യമുണ്ടായിരുന്നു. ചെന്താമര എന്ന കൊടും കുറ്റവാളിയോടുള്ള പേടി സുധാകരന്റെ മക്കളായ അഖിലയ്ക്കും അതുല്യയ്ക്കും വിട്ടുമാറുന്നില്ല. അമ്മ സജിത കൊല്ലപ്പെട്ടിട്ട് 5 വർഷമായി. ഇപ്പോഴും വിചാരണ പോലും ആരംഭിച്ചിട്ടില്ല. ഈ കേസും അങ്ങനെ നീട്ടിക്കൊണ്ടുപോകാതെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെച്ച് വിചാരണയ്ക്ക് പ്രത്യേക കോടതി തന്നെ വേണമെന്ന് കുട്ടികൾ ആവശ്യപ്പെടുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കൊരു സമാധാനത്തോടെ ഇരിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കി തരിക. കോടതിയിൽ നിന്ന് അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും വിശ്വാസമുള്ളത് കോടതി മാത്രമേ ഉള്ളൂ. സ്പെഷ്യൽ കോടതി തന്നെ ഇതിന് വേണം. അമ്മൻ്റെ വിധി 5 കൊല്ലം കഴിഞ്ഞു, എന്നിട്ട് വന്നിട്ടില്ല. എന്നിട്ട് അപ്പോഴേക്കും അച്ഛൻ തന്നെ പോയില്ല. ഇനി ഇതിൻ്റെ കാര്യം വേണമെങ്കിൽ വേറെ ആയിരുന്നെങ്കിലും അയാൾ കൊല്ലും. പെട്ടെന്നൊന്ന് ഇതാക്കി കഴിഞ്ഞാൽ അത്രയോ. ചെന്താമരയ്ക്കായി പോലീസ് തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. വിശദമായ തെളിവെടുപ്പായിരിക്കും നടക്കുക. അതിനു മുൻപ് പ്രതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് നീക്കം. പോലീസും പ്രോസിക്യൂട്ടറും ചർച്ച ചെയ്ത് ഇതിൽ അന്തിമ തീരുമാനമെടുക്കും. അതേസമയം കഴിഞ്ഞ ദിവസം നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിൽ പോലീസ് കേസെടുത്തു. പൊതുമുതൽ നശിപ്പിച്ചതിനാണ് കണ്ടാൽ അറിയാവുന്നവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. 24 പാലക്കാട്. എറണാകുളം ചോറ്റാനിക്കരയിൽ പോക്സോ അതിജീവിതയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അനൂപിനെ റിമാൻഡ് ചെയ്തു. ചോറ്റാനിക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. പ്രതിയുമായി നടത്തിയ തെളിവെടുപ്പിൽ പെൺകുട്ടിയെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റിക കണ്ടെത്തി. ഗുരുതരമായി പരിക്കേറ്റ 19-കാരി വെന്റിലേറ്ററിൽ തുടരുകയാണ്. അനൂപ് ചുറ്റിക ഉപയോഗിച്ചാണ് പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചത്. ഇതിന്റെ പാടുകൾ ശരീരത്തിലുണ്ട്. പിന്നാലെ പെൺകുട്ടി ഷാള് കഴുത്തിൽ കുരുക്കി ആത്മഹത്യക്ക് ശ്രമിച്ചു. ഷാള് മുറിച്ചിട്ട അനൂപ് ശബ്ദം പുറത്തുവരാതിരിക്കാൻ വായ പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചു. പെൺകുട്ടി മരിച്ചെന്ന് കരുതിയാണ് അനൂപ് വീട്ടിൽ നിന്ന് കടന്നു കളഞ്ഞത്. ഇക്കാര്യങ്ങളെല്ലാം പ്രതി പോലീസിനോട് സമ്മതിച്ചു. സെക്ഷൽ അറ്റാക്ക് നടന്നിട്ടുണ്ട്. റിയാക്ട് ചെയ്ത സമയത്ത് അറ്റാക്ക് ചെയ്ത് സെൽഫായിട്ട് ഹാങ് ചെയ്ത സമയം കട്ട് ചെയ്ത് താഴെ ഇട്ടിട്ടുണ്ട്. ബലാത്സംഗം അതുപോലെ തന്നെ കൊലപാതകം കൈവച്ചിട്ടുള്ളതാണ് മർദ്ദിച്ചിട്ടുള്ളത്. ചുറ്റുവെച്ചും മർദ്ദിച്ചിട്ടുണ്ട്. ദേഹമാസകലവും കൺഫ്യൂഷൻ ഉണ്ട്. കഴുത്തിലും അടിവയറിലൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ട്. പെൺകുട്ടി അബോധാവസ്ഥയിൽ 10 മണിക്കൂറാണ് കിടന്നത്. കുട്ടിയുടെ ബന്ധു എത്തിയതോടെയാണ് വിവരം പുറത്തറിഞ്ഞത്. പെൺകുട്ടിയെ ആശുപത്രിയിലെത്തിക്കുന്ന CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ഇൻസ്റ്റാഗ്രാം വഴിയാണ് അനൂപ് പെൺകുട്ടിയെ പരിചയപ്പെട്ടത്. ലഹരിയടക്കം കൈമാറിയിരുന്നതായും സംശയമുണ്ട്. പ്രതിയെ നാട്ടുകാരും തിരിച്ചറിഞ്ഞു. അത് പരിസരവാസികൾ പലരും കണ്ടിട്ടുള്ള അവരെന്നെ ഉറപ്പിച്ചു അവൻ തന്നെയാണ്. ഇയാൾക്കെതിരെയാണ് നമ്മൾ നേരത്തെ പരാതി കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അനൂപിനെതിരെയാണ് പരാതി കൊടുത്തിട്ടുള്ളത്. സ്ഥിരമായി വരുന്ന ആളാണ്. കേസിൽ മറ്റു പ്രതികളില്ല. പെൺകുട്ടിയുടെ സ്വത്തുക്കളും പ്രതി ലക്ഷ്യം വച്ചിരുന്നതായാണ് പോലീസിന്റെ സംശയം. താനല്ലാതെ മറ്റൊരാളുമായി പെൺകുട്ടിക്ക് സൗഹൃദമുണ്ട് എന്ന സംശയമാണ് അനൂപിനെ കൊണ്ട് ഈ ക്രൂരകൃത്യം ചെയ്യിപ്പിച്ചത്. ഭിന്നശേഷിക്കാരെ ഇത്തരത്തിൽ ആക്രമിച്ച പ്രതിക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവത്തിന് SFI പ്രവർത്തകനെ മർദ്ദിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന KSU നേതാക്കളെ സന്ദർശിച്ച് രമേശ് ചെന്നിത്തല. തൃശൂർ ശ്രീകേരളവർമ്മ SFI യൂണിറ്റ് സെക്രട്ടറി ആശിഷ് കൃഷ്ണനെ ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ ആക്രമിച്ചത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയെന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. വയനാട് പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജിൽ കലോത്സവത്തിനിടെ സംഘർഷമുണ്ടായി. വിയ്യൂർ ജയിലിൽ കഴിയുന്ന KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ അടക്കം 3 പേരെയാണ് രമേശ് ചെന്നിത്തല ജയിലിലെത്തി സന്ദർശിച്ചത്. പിന്നാലെ
മാധ്യമങ്ങളെ കണ്ട ചെന്നിത്തല സന്ദർശനത്തെ ന്യായീകരിച്ചു. പോലീസിനോട് വെല്ലുവിളി. അല്ലല്ല, ഇത് അതുപോലാണോ? വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ പേരൊക്കെ ഒരു മോട്ടോർ സൈക്കിളിൽ വരുന്ന ഒരാളിനെ ചവിട്ടി താഴെയിട്ട് കുത്തിക്കൊല്ലുന്നത് ഇതും അതുകൊണ്ട് എന്താ? എനിക്ക് പറയാനുള്ളത് ഞങ്ങളെയൊക്കെ റോഡിൽ ഇറക്കരുതെന്ന് മാത്രമാണ്. ഇത് ശരിയായ നടപടിയല്ല. പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. ആക്രമണം കൊല്ലണമെന്ന ഉദ്ദേശത്തിലുള്ളത്. ആക്രമണത്തിൽ പരിക്കേറ്റ് നിലത്ത് വീണ ആശിഷ് കൃഷ്ണനെ അസഭ്യം വിളിച്ച് മുളവടി കൊണ്ട് തലയിലും ചെവിയിലും അടിച്ചത് 1-ാം പ്രതി ഗോകുൽ ഗുരുവായൂരാണെന്നും റിപ്പോർട്ടിലുണ്ട്. KSUവിന്റേത് സ്വാഭാവിക പ്രതിരോധമെന്ന് സംസ്ഥാന അധ്യക്ഷൻ അലൂഷ്യസ് സേവ്യർ. കഴിഞ്ഞ 3 ദിവസമായി ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് ആക്രമണങ്ങൾ അവിടെ നടക്കുകയാണ്. മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുന്ന കേവലം 10 സെക്കൻഡിൽ മാത്രം വരുന്ന വിഷ്വൽ അന്ന് ഉണ്ടായ 3ാമത്തെ ഇൻസിഡന്റ് ആണ്. ആ കലോത്സവത്തെ അലങ്കോലപ്പെടുത്തുക. അന്നേ ദിവസം ഉണ്ടായിരുന്ന പ്രശ്നത്തിന്റെ തുടക്കക്കാർ എന്ന് പറയുന്നത് SFI-ക്കാരാണ്. അക്രമ പരമ്പര അവസാനിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാകണമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM മാർഷോ. ഇന്നലെ KPCCയുടെ പ്രസിഡന്റ് KSU പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യുന്നത് കണ്ടു, നിങ്ങൾ മടന്ന് തല്ലിക്കൊന്നു. ഈ പറഞ്ഞ പ്രതിരോധം അല്ലെങ്കിൽ ഇവർ ആക്രമിക്കപ്പെടുകയാണ് എന്നുള്ളൊരു നരേറ്റീവ് പൊതുസമൂഹത്തിന് മുൻപിൽ സൃഷ്ടിക്കുന്നത് തന്നെ തെറ്റായിട്ടുള്ളതാണ്. ഇവർ ഏകപക്ഷീയമായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുക. ഈ ആക്രമണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നില്ല. വയനാട് പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജിൽ നടക്കുന്ന F-സോൺ കലോത്സവത്തിനിടയിലും സംഘർഷമുണ്ടായി. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ജോയിന്റ് സെക്രട്ടറി അശ്വൻനാഥിന് മർദ്ദനമേറ്റു. SFI പ്രവർത്തകരാണ് മർദ്ദിച്ചതെന്നാണ് ആരോപണം. സ്ഥലത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചു. SFI ആക്രമണങ്ങളിൽ പോലീസ് നടപടി കാര്യക്ഷമമല്ലെന്നാരോപിച്ച് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തൃശൂർ DIG ഓഫീസ് ഉപരോധിച്ചു. 24 തൃശൂർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി D-സോൺ കലോത്സവത്തിനിടെ SFI നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികൾക്ക് രക്ഷപ്പെടാൻ ആംബുലൻസ് സജ്ജീകരിച്ചത് പോലീസ്. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിനടക്കം രക്ഷപ്പെടാൻ അവസരമൊരുക്കുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. മാള CI ആവശ്യപ്പെട്ട പ്രകാരം താൻ ആംബുലൻസ് സജ്ജീകരിക്കുകയായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് A അഷറഫ് 24-നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. അതേസമയം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി D-സോൺ കലോത്സവത്തിനിടെ അക്രമം നടത്തിയ KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ, അക്ഷയ് എന്നിവരെ ശ്രീ കേരള വർമ്മ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. നിലവിൽ ഇരുവരും റിമാൻഡിലാണ്. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. സോഷ്യൽ മീഡിയയിലൂടെ SFI സംസ്ഥാന സെക്രട്ടറി PM മാർഷോയെ വെല്ലുവിളിച്ചതിനെ തുടർന്ന് കായംകുളം MSM കോളേജിൽ SFI KSU സംഘർഷം. 3 KSU പ്രവർത്തകർക്ക് പരിക്കേറ്റു. കാസർഗോഡ് പെരിയ കേരള കേന്ദ്ര സർവകലാശാലയിൽ SFI KSU സംഘർഷം. തൃശൂർ ചേലക്കരയിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പോസ്റ്റർ. ബന്ധു നിയമനവും കോഴ നിയമനവും ചേലക്കരയിൽ എന്ന തലക്കെട്ടിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്റർ. ഫെബ്രുവരിയിലും സർചാർജ് പിരിക്കുമെന്ന് KSEB. യൂണിറ്റിന് 10 പൈസ വെച്ച് പിരിക്കാൻ തീരുമാനം. ഡിസംബറിൽ വൈദ്യുതി വാങ്ങിയ 18.13 കോടിയുടെ അധിക ബാധ്യത നികത്താനാണ് തീരുമാനം. പൊതുവിപണിയിൽ നിന്ന് 3000 കോടി വായ്പയെടുക്കാൻ സംസ്ഥാന സർക്കാർ. കടപ്പത്രം വഴിയാണ് 3000 കോടി സമാഹരിക്കുന്നത്. മലപ്പുറം നിലമ്പൂർ ഇടിവണ്ണയിൽ പുലി ഇറങ്ങിയതായി നാട്ടുകാർ. ബഹളം വെച്ചതോടെ പുലി ഓടിപ്പോയി എന്ന് പ്രദേശവാസികൾ പറയുന്നു. പ്രദേശത്ത് ഇപ്പോൾ വനംവകുപ്പ് പരിശോധന നടത്തുകയാണ്. കോഴിക്കോട് നാദാപുരത്ത് വിവാഹ പാർട്ടിക്കിടെ റോഡിൽ റീൽസ് ചിത്രീകരിച്ച സംഭവത്തിൽ വാഹനമോടിച്ച 4 പേരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. 1 വർഷത്തേക്കാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. ഇടുക്കിയിൽ ഓൺലൈൻ ട്രേഡിംഗിലൂടെ 2.25 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയാൽ പിടിയിൽ. എറണാകുളം ആലുവ സ്വദേശി TM ബിനോയിയാണ് പിടിയിലായത്. സ്ത്രീകളും പുരുഷന്മാരും തുല്യരല്ലെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവന അപലപനീയമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു. കാലഹരണപ്പെട്ട അറുപഴഞ്ചനായ അതിയാഥാസ്ഥിതിക കാഴ്ചപ്പാടാണ് ഇതെന്ന് മന്ത്രി. മുന്നണി പ്രവേശനത്തിൽ അനിശ്ചിതത്വം തുടരുമ്പോഴും UDF വേദിയിലെത്തി PV അൻവർ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന മലയോര സമരജാഥയുടെ മലപ്പുറം എടക്കരയിലെ യോഗത്തിലാണ് PV അൻവർ പങ്കെടുത്തത്. PV അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ ഉചിത സമയത്ത് തീരുമാനമെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. PV അൻവറിന്റെ UDF പ്രവേശനം സജീവ ചർച്ചയാണ്. ഇതിന് ബലം നൽകിയാണ് PV അൻവർ UDF വേദിയിലെത്തിയത്.
വന്യമൃഗ ആക്രമണങ്ങളുടെ ഗൗരവമറിയാത്തവർ മുഖ്യമന്ത്രിയും വനമന്ത്രിയും മാത്രമാണെന്ന PV അൻവർ. വിഷയം എത്രമാത്രം ഗൗരവമാണ് എന്ന് അറിയാത്ത ഒരൊറ്റയാളേ ഉള്ളൂ, അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. രണ്ടാമത്തെ ഒരാള് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, കേരളത്തിന്റെ വനമന്ത്രിയാണ്. ഈ നാട്ടിലെ മനുഷ്യന്മാരെ കരടിയും പൂച്ചയും ഈ പറയുന്ന ആനയും ചവിട്ടി ഞെരിച്ചു കൊല്ലുമ്പോ ഈ വിഷയത്തോടുള്ള ഈ സർക്കാരിന്റെ നിലപാട് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. മലയോര ജാഥയിൽ പങ്കെടുക്കാൻ താൽപര്യമുണ്ടെന്ന PV അൻവർ പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചിരുന്നു. ഇതോടെയാണ് VD സതീശൻ നേരിട്ട് അൻവറിനെ ക്ഷണിച്ചത്. PV അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ ഉചിത സമയത്ത് തീരുമാനമെടുക്കുമെന്ന VD സതീശൻ. വേറെ മറ്റു കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞെന്താ, അടച്ചിട്ടില്ല തുറന്നിട്ടില്ല എന്നല്ലേ പറഞ്ഞു, മനസ്സിലായി? അല്ല, ചർച്ച അത് ഞാൻ പറഞ്ഞു, ഉചിതമായ സമയത്ത് അതിന്റെ തീരുമാനം വരും, ഉചിതമായ സമയത്ത്. ഇന്നലെ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിലും PV അൻവർ പങ്കെടുത്തിരുന്നു. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ RSS ധാരണയുണ്ടെന്നും PV അൻവർ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് വൈകിപ്പിച്ചാൽ നിലമ്പൂരിലെ ജനങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും വ്യക്തമാക്കി. 24 മലപ്പുറം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിവാദത്തിൽപ്പെട്ട ആം ആദ്മി പാർട്ടി ഹരിയാന യമുന നദിയിൽ അമോണിയം കലർത്തിയെന്ന പരാമർശത്തിൽ തെളിവുകൾ ഹാജരാക്കാൻ അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഇതിനിടെ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിൽ മാലിന്യം തള്ളിയ മുൻ AAP നേതാവ് സ്വാതി മലിവാളിന്റെ നടപടി നാടകീയ സംഭവങ്ങൾക്ക് ഇടയാക്കി. യമുന നദിയുടെ ഏതു ഭാഗത്താണ് വിഷം കണ്ടെത്തിയതെന്നും ഏതുതരം വിഷമെന്നാണ് തിരിച്ചറിഞ്ഞതെന്നും തെളിവ് സഹിതം ഹാജരാക്കാൻ കേജ്രിവാളിന് വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. മറുപടി സമർപ്പിക്കാൻ നാളെ 11 മണിവരെയാണ് സമയം. സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം ലഭിക്കാവുന്ന പദവികളെക്കുറിച്ചാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിന്തിക്കുന്നതെന്ന് കേജ്രിവാൾ. ശീഷ്മഹൽ നിർമ്മിക്കാൻ സമീപത്തെ വീടുകൾ തകർത്തുവെന്ന് അരവിന്ദ് കേജ്രിവാളിനെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തെരഞ്ഞെടുപ്പ് റാലിയിൽ. ഡൽഹിയിലെ മാലിന്യക്കൂമ്പാരം ചൂണ്ടിക്കാട്ടി MP സ്വാതി മലിവാൾ അരവിന്ദ് കേജ്രിവാളിന്റെ വസതിക്ക് മുൻപിൽ പ്രതിഷേധിച്ചു. കേജ്രിവാളിന്റെ വസതിക്ക് മുൻപിൽ മാലിന്യം തള്ളിയായിരുന്നു പ്രതിഷേധം. സ്വാതി മലിവാളിനെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. 24 ഡൽഹി. ഉത്തർപ്രദേശിൽ ബലാത്സംഗ കേസിൽ കോൺഗ്രസ് MP അറസ്റ്റിൽ. സീതാപൂർ MP രാകേഷ് റാത്തോഡാണ് അറസ്റ്റിലായത്. അലഹബാദ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ വാർത്താ സമ്മേളനത്തിനിടെ നാടകീയമായായിരുന്നു അറസ്റ്റ്. സീതാപൂർ സ്വദേശിയായ യുവതി നൽകിയ പരാതിയിലാണ് UP പോലീസിന്റെ നടപടി. കോൺഗ്രസിന്റെ ഉത്തർപ്രദേശ് യൂണിറ്റ് ജനറൽ സെക്രട്ടറിയാണ് അറസ്റ്റിലായ രാകേഷ് റാത്തോഡ്. ജനുവരി 15-ന് യുവതി നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം 17-നാണ് പോലീസ് കേസെടുത്തത്. രാഷ്ട്രീയ പദവികൾ അടക്കം വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞ 4 വർഷമായി രാകേഷ് തന്നെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നാണ് യുവതിയുടെ പരാതി. വിവാഹം കഴിക്കാമെന്ന് രാകേഷ് ഉറപ്പു നൽകിയിരുന്നതായും യുവതി ആരോപിച്ചു. MP-യുമായി നടത്തിയ സംഭാഷണങ്ങളുടെ രേഖകളും യുവതി പോലീസിന് കൈമാറി. കേസുമായി ബന്ധപ്പെട്ട രാകേഷ് റാത്തോഡ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ച് തള്ളി. 2 ആഴ്ചയ്ക്കകം സീതാപൂർ ജില്ലാ കോടതിയിൽ കീഴടങ്ങാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. സ്വന്തം വസതിയിൽ റാത്തോഡ് വാർത്താസമ്മേളനം നടത്തുന്നതിനിടെ നാടകീയമായാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നോട്ടീസ് നൽകി 2 ആഴ്ച പിന്നിട്ടിട്ടും റാത്തോഡ് സഹകരിക്കാൻ തയ്യാറായില്ലെന്നാണ് അറസ്റ്റിൽ പോലീസിന്റെ വിശദീകരണം. 24 ഡൽഹി. ഇടുക്കിയിൽ 12 വയസ്സുകാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. വലിയ തോവാള കല്ലടയിൽ വിനോദിന്റെ മകൻ റൂബൻ വിനോദാണ് മരിച്ചത്. വലിയ തോവാള ക്രിസ്തുരാജ സ്കൂളിൽ പഠിക്കുന്ന റൂബൻ വയറുവേദനയെ തുടർന്ന് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ സ്കൂളിൽ എത്തിയില്ല. ഇന്നലെ രാവിലെ ഇരട്ടയാറിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. വൈകുന്നേരം 5 മണിയോടെ മുത്തശ്ശി റൂബനെ വിളിച്ചിട്ടും അനക്കമില്ലാതെ വന്നതോടെ കട്ടപ്പനയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. മാതാപിതാക്കൾ വിദേശത്തായതിനാൽ മുത്തച്ഛനോടും മുത്തശ്ശിയോടും ഒപ്പമായിരുന്നു താമസം. മരണകാരണം കണ്ടെത്താൻ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തുമെന്ന് വണ്ടൻമേട് പോലീസ് അറിയിച്ചു. EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ DC ബുക്സ് പബ്ലിക്കേഷൻ വിഭാഗം മുൻ മേധാവി AV ശ്രീകുമാർ മാത്രം പ്രതി. കേസിൽ മറ്റ് പ്രതികളില്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അന്വേഷണം പൂർത്തിയാക്കിയ പോലീസ് കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ SHO ശ്രീജിത്ത് നടത്തിയ അന്വേഷണമാണ് പൂർത്തിയായത്. കരാറില്ലാതെയും EP ജയരാജന്റെ അനുമതിയില്ലാതെയുമാണ് ആത്മകഥ പുറത്തുവിട്ടതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതായാണ് വിവരം. കേസിൽ DC ബുക്സ് പബ്ലിക്കേഷൻ വിഭാഗം മുൻ മേധാവി AV ശ്രീകുമാർ മാത്രമാണ് പ്രതി. കൂടുതൽ പേരെ പ്രതി ചേർക്കേണ്ട സാഹചര്യമില്ലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ദിവസമായിരുന്നു കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പേരിൽ EP ജയരാജന്റെ ആത്മകഥാഭാഗങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നത്. ഇത് തന്റെ ആത്മകഥയല്ലെന്ന് EP ജയരാജൻ പരസ്യ നിലപാടെടുത്തതോടെയാണ് വിവാദം മുറുകിയത്. EP-യുടെ പരാതിയിൽ കോട്ടയം SP നടത്തിയ അന്വേഷണത്തിൽ ആത്മകഥാഭാഗം ചോർന്നത് DC ബുക്സിൽ നിന്നാണെന്ന് കണ്ടെത്തിയിരുന്നു. 24 കോട്ടയം.
തെലങ്കാനയിലെ നല്ലഗുണ്ടയിൽ ഈ മാസം 18 കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ യുവാവ് മലയാളിയെന്ന് സംശയം. യുവാവ് ധരിച്ച ഷർട്ട് കേരളത്തിൽ നിന്ന് വാങ്ങിയതാണെന്ന് സ്ഥിരീകരിച്ചെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ 24-നോട് പറഞ്ഞു. അന്വേഷണത്തിനായി തെലങ്കാന പോലീസ് കേരള പോലീസിന്റെ സഹായം തേടി. ഈ മാസം 18-നാണ് ഗുറംപോടുള്ള കനാൽ കരയിൽ നിന്ന് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. 30-നും 40-നും ഇടയിൽ പ്രായമുണ്ടാകുമെന്നാണ് നിഗമനം. കൊലപാതകമാണെന്ന് പോസ്റ്റ്മോർട്ടത്തിലൂടെ സ്ഥിരീകരിച്ചു. എന്നാൽ മൃതദേഹം അഴുകിയ നിലയിലായതിനാൽ കൊല്ലപ്പെട്ടതാരാണെന്ന് കണ്ടെത്താനായില്ല. ഒടുവിലാണ് യുവാവ് ധരിച്ചിരുന്ന ബ്രാൻഡ് ഷർട്ടിന്റെ സ്റ്റൈൽ കോഡ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത്. ഇതിനായി കമ്പനിയുടെ സഹായവും തേടി. ഈ സ്റ്റൈൽ കോഡ് പ്രകാരമുള്ള ഷർട്ട് കേരളത്തിൽ മാത്രമാണ് വിറ്റതെന്ന വിവരമാണ് കമ്പനിയിൽ നിന്ന് പോലീസിന് ലഭിച്ചത്. After verification, we found that one Peter England set, this type of set, size of 38. We suspecting the strongly that the disease belongs to Kerala. തുടരന്വേഷണത്തിനായി തെലങ്കാന പോലീസ് കേരള പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട്. കൊല്ലപ്പെട്ടയാളെ ഏതെങ്കിലും രീതിയിൽ തിരിച്ചറിയുന്നവർ അന്വേഷണ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടണമെന്ന് തെലങ്കാന പോലീസ് അറിയിച്ചു. 24 ബംഗളൂരു. ഇതുപോലൊരു 30-ാം തീയതിയാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാകുന്നത്. ചൂരൽമലയിലെ ട്യൂഷൻ ടീച്ചറായ ഷഹീലയ്ക്ക് നഷ്ടപ്പെട്ടത് താൻ പഠിപ്പിച്ചിരുന്ന 25 കുട്ടികളെയാണ്. ടീച്ചറുടെ വീടും വാഹനവുമെല്ലാം ദുരന്തം തകർത്തു. ടീച്ചറുടെ സങ്കടം 24 വാർത്തയാക്കിയതിന് പിന്നാലെ അമേരിക്കയിൽ നിന്ന് ടീച്ചർക്ക് സഹായമെത്തി. ചൂരൽമലയിൽ ഒറ്റ ട്യൂഷൻ സെൻ്ററേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വീടിനോട് ചേർന്ന് ഷഹീല ടീച്ചറുടെ ട്യൂഷൻ സെൻ്റർ. ഇവിടെയായിരുന്നു ട്യൂഷൻ ക്ലാസ്. ഈ കാണുന്നതായിരുന്നു ഇത് ഒരു ഭാഗമായിരുന്നു ട്യൂഷൻ ക്ലാസ്സിൻ്റെ. ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്കായിട്ടായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ ഒരു 40ഓളം പിള്ളേർ വന്നിരുന്നതായിരുന്നു. അതിലിപ്പോൾ 25 പിള്ളേരെ എനിക്ക് മിസ്സായി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടച്ചും എനിക്കിങ്ങനെ വെക്കുന്ന ഒരു വണ്ടിയായിരുന്നു. എപ്പോഴും എന്താ പറയുക, തലേ ദിവസം പോലും എൻ്റെ ഉപ്പ ഇത് കംപ്ലീറ്റ് ആയിട്ട് തുടച്ച് ഇതിൽ വെള്ളം വീഴാതിരിക്കുക ഇതിൻ്റെ മുകളിൽ ആദ്യം ഒരു തുണി ഇട്ട് അതിൻ്റെ പുറമെ ഒരു കവറിട്ട് ഭയങ്കര സേഫായിട്ട് കൊണ്ടു നടക്കുന്ന സാധനമാണ്. പക്ഷെ ഇതിങ്ങനെ കണ്ടപ്പോൾ എന്താ പറയുക, ഈ വാർത്ത പലരും കണ്ടു. 24 USA ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് മധു കൊട്ടാരക്കരയുടെ ഇടപെടലുണ്ടായി. എല്ലാം തിരികെ നൽകാൻ കഴിയില്ലെങ്കിലും ടീച്ചർക്ക് സഞ്ചരിക്കാൻ തകർന്ന സ്കൂട്ടറിന്റെ സ്ഥാനത്ത് പുതിയൊരു സ്കൂട്ടർ നൽകാൻ തീരുമാനിച്ചു. വയനാട്ടിലെ ചൂരൽമലയിലെ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് മുക്തി നേടാൻ ഷഹീല ടീച്ചർക്ക് ഇത് ഒരു കൈത്താങ്ങായിട്ട് നൽകാൻ ഞങ്ങൾ ഈ പ്രാവശ്യം താല്പര്യപ്പെടുന്നു. കൽപ്പറ്റയിൽ വെച്ച് 24 വാർത്താ സംഘം ഷഹീല ടീച്ചർക്ക് സ്കൂട്ടർ കൈമാറി. ഓർമ്മകൾ എന്തായാലും നമുക്ക് മറക്കാൻ സാധിക്കില്ല. കാരണം എനിക്ക് നഷ്ടമായത് എൻ്റെ മക്കൾ, ഞാൻ പഠിപ്പിച്ച എൻ്റെ കുട്ടികൾ, അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്ന്, പിന്നെ എൻ്റെ അയൽവാസികൾ, നാട്ടുകാർ, എൻ്റെ നാട് എല്ലാം നഷ്ടമായി. അതിലൊരു ആശ്വാസമായിട്ടാണ് എനിക്കിപ്പോൾ ഈ വണ്ടി 24 എനിക്ക് തരുന്നത്. വളരെ നന്ദിയുണ്ട്. 24 പ്രതിനിധികളായ സാനു പച്ചാളം, സുർജിത്ത് അയ്യപ്പത്ത്, മനു ദാമോദരൻ, പ്രകാശൻ പള്ളത്ത്, ഷഹീല ടീച്ചറുടെ മാതാവ് സലീമ, മറ്റു ബന്ധുക്കൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. 24 വയനാട്. ഈ റിപ്പോർട്ടോടെ 24 റൗണ്ടപ്പ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.